അപ്പോൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. കൂടുതൽ വിളച്ച് കേട്ടൊന്നുമില്ല. ഇന്ന് നമ്മൾ ഡ്രീം ക്യാപ്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡ്രീം ക്യാപ്ചർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ പറയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എളുപ്പത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആയിരിക്കും കേട്ടോ അത്. കയ്യിലുള്ള ഏതെങ്കിലും വലിയൊരു അടപ്പെടുക്കുക. അടുക്കളയിൽ നിന്ന് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോൾ അടി കിട്ടാൻ സാധ്യതയുണ്ട്. ചോദിച്ചും പറഞ്ഞൊക്കെ എടുക്കുക കേട്ടോ. എനിക്ക് ഇന്ന് ആരോടും ചോദിക്കും പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്ത് ചെയ്യുന്നു. കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് കട്ട് ചെയ്യണം. കൈ മുറിയാൻ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ. എന്നിട്ട് അതിലൊരു ത്രെഡ് നമ്മൾ ചുറ്റി കൊടുത്തില്ലേ, ആ ത്രെഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നോർമൽ നൂലുണ്ടല്ലോ മെഷീനിലൊക്കെ തുന്നുന്നത്, അത് ചുറ്റി കൊടുക്കുക. അതും ഇല്ലെങ്കിൽ പേപ്പറിനെ സ്ട്രിപ്പായി കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇതുപോലെ ബട്ടർഫ്ലൈസ് ആണ്. ഈ ബട്ടർഫ്ലൈ ഞാൻ പൈപ്പ് ക്ലീനർ കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇനി ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ നിങ്ങളുടെ അടുത്ത് പൈപ്പ് ക്ലീനർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തായിരുന്നറിയോ, ഈ സാധാ നോർമൽ നൂലില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാർ പോലെ അതും അങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. അതും ഭംഗിയായിരിക്കും. ഇനി ബട്ടർഫ്ലൈനെ ഞാൻ സ്റ്റിക്ക് ചെയ്തത് നമ്മുടെ ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ചെയ്ത്, അതാണ് കുറച്ചുകൂടെ വൃത്തി പാശ. ഇനി നമുക്ക് അതിൽ ആ തൂങ്ങൽ സാധനങ്ങൾ ഉണ്ടാക്കണം. അതിന് ഇതുപോലെ 3 ത്രെഡ് ഞാൻ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബട്ടർഫ്ലൈസിനെ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ നമ്മൾ പേപ്പർ രണ്ടായിട്ട് മടക്കണം. പെട്ടെന്നൊരു 4-5 എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 എണ്ണമായിട്ട് മടക്കുന്നത് കേട്ടോ. ഈ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കണ്ടവരാണെങ്കിൽ. ഇതുപോലെ ഒരു 3-4 എണ്ണം വരച്ചു. ഇനി അതിൻ്റെ പരിപാടി കട്ട് ചെയ്തെടുക്കലാണ്. ഈ കട്ട് ചെയ്തെടുക്കലാണ് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി. അതിൻ്റെ ഷേപ്പും ഇതൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും ഒരു നേരം പിടിക്കും. ഇനി നമ്മൾ ആ ത്രെഡിൽ 3 ബീഡ്സ് കോർത്ത് കൊടുത്തു. എന്നിട്ട് അതിന് ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത ബട്ടർഫ്ലൈസിനെ ഇതിൽ നടുവിലായിട്ട് ഒട്ടിക്കണം. ആ 2 ബീഡ്സിൻ്റെ നടുവിൽ 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചെടുത്തത്. ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുത്ത 3 ത്രെഡിനും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/4 ഭാഗം പണി കഴിഞ്ഞു കേട്ടോ. ഫൈനലി നമുക്കത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ത്രെഡും കൂടി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് 1 സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, ലുക്കായിട്ടില്ലേ? ഇനി നമ്മുടെ സെക്കൻഡ് ടൈപ്പാണ്. സെയിം രീതിയിൽ അടപ്പുന്നത് പോലെ റൗണ്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ ത്രെഡിന് പകരം പൈപ്പ് ക്ലീനറാണ് കേട്ടോ ഇതുപോലെ ചുറ്റി കൊടുത്തത്. നമ്മൾ ഈ റൗണ്ടിൽ ചുറ്റി കൊടുക്കാനുള്ള പൈപ്പ് ക്ലീനർ ബ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ വെക്കാനുള്ള ബട്ടർഫ്ലൈസിന് നമ്മൾ പേർപ്പിൾ കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് 1 ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാമറ ഓണാക്കി അങ്ങനെ അതിലേക്ക് അത് വല്ലാണ്ട് ശ്രദ്ധിക്കാറില്ല. അപ്പോഴാണെങ്കിൽ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ ക്യാമറ താനും ഓഫായി പോയി. ഞാനത് ശ്രദ്ധിച്ചേ ഇല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഫ്ലോയിൽ അങ്ങനെ ചെയ്തു പോവുക ചെയ്യുക. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നു എന്നുള്ളൊരു മൈൻഡിലായിരിക്കില്ല ഞാൻ അത് ചെയ്യുന്നുണ്ടാവുക. ഇതൊന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ഫീലിലാണ്. അടുത്ത വീഡിയോ മുതൽ ഞാൻ നന്നാവണം. എന്നും ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാറ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എവിടെയാ ക്ലിപ്പ് എന്ന്. ഞാൻ കുറേ തപ്പ് ഗാലറിയിൽ, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, ഇനിയിപ്പോൾ ഒരു കുഞ്ഞി പോർഷൻ ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് ഞാൻ എന്തിനാ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അതൊക്കെ പോട്ടെ, ബാക്ക് ടു നമ്മുടെ ക്രാഫ്റ്റിലേക്ക് വരാം. ഇതിൽ നമ്മൾ 2 ടൈപ്പിലും 2 ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ബട്ടർഫ്ലൈ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ ബട്ടർഫ്ലൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നടുവ് കൂടെ ഇതുപോലൊരു ചെറിയ നൂലാണ് കെട്ടിക്കൊടുത്തത്. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യണം. അപ്പം ഞാൻ ഈ കാണിക്കുന്ന പോർഷൻ ഇതിലില്ലായിരുന്നു, ഞാനത് ആഡ് ചെയ്തതാണ്. കാരണം ആ ഒരു ബട്ടർഫ്ലൈയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അത് വലിയ വൃത്തിയില്ലാത്തൊരു ചെറിയ പോർഷൻ ആയിപ്പോയി. ഇപ്പം നിങ്ങൾ കുറച്ച് ഭാഗം കണ്ടിട്ടുണ്ടാവില്ല, ആ ഭാഗമാണ് എൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ത്രെഡിൽ കുറച്ച് ബീഡ്സും ആ ബട്ടർഫ്ലൈസിനെയും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ബ്ലൂ ത്രെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കളർ ചെയ്യാണ്ട് ചെയ്തു കേട്ടോ. നിങ്ങൾ കണ്ടില്ല വീഡിയോയിൽ അതുപോലെ. അപ്പം നമ്മുടെ ഡ്രീം ക്യാപ്ചറിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.